കാലം ഉണ്ടായിരുന്നു, ഇരുണ്ട കാലം. ഇപ്പൊ കുറച്ചൊക്കെ വ്യത്യാസം വന്നു. അയ്യോ, റോഡിൽ കൂടെ പട്ടിക്ക് പന്നിക്ക് നടക്കാം, മനുഷ്യന് നടക്കാൻ മേല, അയിത്തമാ. ആഢ്യത്വം ഉണ്ടെന്നൊക്കെ അവകാശപ്പെടുന്ന ബ്രാഹ്മണര് നടന്നു വരുമ്പോൾ സാധുവർഗക്കാർക്ക് റോഡ് നിൽക്കാനൊക്കത്തില്ല. ഇരുണ്ട കാലം, അന്ധകാരം, ഓടി ഒളിക്കണം, റോഡിലൊക്കെ നിൽക്കാനൊക്കത്തില്ല. ഇതുപോലെ വെള്ള തുണി ഉടുത്തോണ്ടൊന്നും സാധുവർഗക്കാർക്ക് ഒക്കത്തില്ലെന്ന് അവര് സമ്മതിക്കുകയല്ല. അഥവാ വെള്ള തുണി ഉടുക്കാൻ പൂതികളൊക്കെ ഉണ്ടായ ചെളിവാരി കരിവാരി തേച്ചു കൊടുക്കണം. പൂവെള്ളമൊന്നും ഒക്കത്തില്ല. എന്തിനാ ഞാൻ എപ്പോഴും പറയും, എൻ്റെ വല്യപ്പൻ്റെ അപ്പന് ഇങ്ങനെ വെള്ള തുണി എടുത്തോണ്ട് നടക്കാനൊക്കത്തില്ലായിരുന്നു അന്നത്തെ കാലത്ത്. അയിത്തമാണ്. അതിൻ്റെ എല്ലാം കേട് തീർത്താ ഞാൻ ഇഷ്ടം പോലെ വെള്ള തുണി. ഇതിപ്പം 2.5 മീറ്റർ ഉണ്ട്, ഇത് മുണ്ട ഒരു 3 ഉണ്ട്, വായുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു 11 മീറ്ററോളം ഉണ്ട്. പിന്നെ അല്ലാതോ നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയല്ല. അതൊക്കെ അനുഭവത്തിൽ കൂടെ പോയ ആൾക്കാരുണ്ട്. സ്തോത്രം. ഇരുണ്ട കാലം. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കത്തില്ല, കല്യാണത്തിന് എടുക്കുകയില്ല, തൊട്ടുകൂടായ്മയും തീട്ടിക്കൂടായ്മ അയിത്തമല്ലേ. ആശയമെടുത്ത് അമ്മാനമാടിയ ആളാ എൻ കുമാരനാശാൻ. തോന്നയ്ക്കൽ എൻ കുമാരൻ, മഹാകവി എൻ കുമാരനാശാൻ. എന്ത് നല്ല ആശയം കൊണ്ട് അമ്മാനമാടിയ ആളാ. ആശാൻ എഴുതിയ വരികളൊക്കെ നിങ്ങൾക്കറിയാം. മറ്റുള്ളവർക്കായുടാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റ് കൃഷിപ്പണി ചെയ്യുവാനും തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണത്തോരിങ്ങനെ ഒട്ടല്ലകോ ജാതിക്കോ ഒന്നിച്ച് അതുകൊണ്ട് മിശ്രഭോജനം, സമരം ഓർക്കുന്നുണ്ടോ? മിശ്രഭോജനം കെ മാധവനും അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പൻ അവരൊക്കെ നടത്തിയ സമരങ്ങൾ നിങ്ങൾക്കറിയാം, ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമികള്, എത്രയെത്ര പ്രഗത്ഭന്മാർ, മിടുക്കന്മാർ ഇതിനെതിരെ എന്ത് വേണം പ്രക്ഷോഭങ്ങൾ നടത്തി. അതുകൊണ്ടല്ലേ ഇതൊക്കെ കണ്ടോണ്ടാ പ്രാന്താലയം എന്നൊക്കെ ചിലർ വിളിച്ചത്. ഇപ്പോഴും പ്രാന്താലയമാ. എല്ലാവരുടെയും ഭ്രാന്തൊന്നും പോയിട്ടില്ല. വിഷയത്തോടെടുക്കുമ്പോഴാ ഭ്രാന്തളകുന്നത്. അപ്പൊ അന്നും ഇന്നും എല്ലാം ഇങ്ങനെയുള്ള കാലമാണ്, ഇരുണ്ട കാലമാ. ചില വീട്ടിൽ കയറുകയല്ല, മുറ്റത്ത് കയറ്റുകയല്ല, അകത്ത് കയറ്റി ഭക്ഷണം കൊടുക്കുകയല്ല. 8 കെട്ടും പടിപ്പുരയും 16 കെട്ടുമൊക്കെ എല്ലാവരും അല്ലെങ്കിലും മിക്കടത്തും കയറ്റുകയല്ല. കേട്ടിട്ടുണ്ട്, എനിക്ക് അനുഭവം ഇല്ലെങ്കിലും അനുഭവസ്ഥര് പറഞ്ഞിട്ടുമുണ്ട്. അവരുടെ പിതാക്കന്മാർ അനുഭവിച്ചത് മക്കളും പറഞ്ഞിട്ടുണ്ട്. മിറ്റത്ത് ചെന്നാൽ തന്നെ മിറ്റത്ത് കുഴി കുത്തി ഇല കോട്ടി വെച്ച് അതിനകത്താ കൊടുക്കുന്നത്. അയിത്തം. പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ല, വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കത്തില്ല. ഇതുപോലെ ഇരുണ്ട ഒരു സാഹചര്യം ഒത്തിരി പറയാനുണ്ട്. മാറി മറയ്ക്കാനൊക്കത്തില്ല അമ്മമാർക്ക്, ആഭരണം ധരിക്കാനൊക്കത്തില്ല സ്ത്രീകൾക്ക്. അതിലെ റൗക്ക സമരമൊക്കെ നടത്തിയ റൗക്ക പള്ളിക്കൂടത്തിൽ ഒരു പെൺകുട്ടിയെ വെച്ചിട്ട് പള്ളിക്കൂടം കത്തിച്ചു. അങ്ങനത്തെ ഇരുണ്ട കാലഘട്ടമായിരുന്നു. ഇരുള, അന്ധകാരം. എന്നാൽ ആ അന്ധകാരത്തിന് മാറ്റം വരുത്തുവാൻ ഇടയാക്കിയത് സുവിശേഷം. മനസ്സിലായോ? സുവിശേഷം എവിടെ ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇരുട്ട് മാറിയിട്ടുണ്ട്. 2 അക്ഷരം കൂട്ടി വായിക്കാൻ ഇടയാക്കിയത് സുവിശേഷം വന്നത് കൊണ്ടാ, ഇല്ലേ? ആന്നെന്ന് വീറും വൃത്തിയായിട്ട് തുണി കൊടുക്കുന്നത് സുവിശേഷം വന്നത് കൊണ്ടാ, ഇല്ലേ? പറ. ഇവിടെ പാൻറ് ഒക്കെ ടീം ചെയ്ത് പള്ളിക്കൂടത്തിൽ പോലും പോയ വല്യപ്പനല്ല. എന്നാലും പിള്ളേർ അമേരിക്കയിലും കാണുമ്പോൾ അപ്പനെ പാൻറ് ഒക്കെ ഇടിപ്പിച്ച് ബെൽറ്റ് നെഞ്ചത്തായിട്ടേക്ക് എന്നാലും ഇട്ട് ടൈജ് ഒക്കെ കെട്ടി. ചില വീട്ടിൽ ചെല്ലുമ്പോൾ ഫോട്ടോ കണ്ടിട്ടില്ല. ഞാൻ തമാശ പറഞ്ഞതല്ല, എല്ലാം സുവിശേഷം വന്നത് കൊണ്ടാ. ആന്നെന്ന് പള്ളിക്കൂടത്തിൽ പോലും പോകാത്ത നമ്മുടെ ചില പഴയ അമ്മമാര് ഇരുന്ന് ഇംഗ്ലീഷാ പറഞ്ഞത്. ഗ്ലോറി. അത് ഇത് വന്നത് കൊണ്ട, സുവിശേഷം വന്നത് കൊണ്ട. അല്ല തള്ള കുത്തിയിരുന്ന ഗ്ലോറി എന്ന് പറയുമോ? അന്നേരം കളരി പോലും പോകാത്ത ചിഹ്നമ്മ പറഞ്ഞു പ്രൈസ് ദ ലോർഡ്. അത് എഴുതി തരാൻ പറഞ്ഞ അമ്മയും ഞാനും കുഴയും, എന്നാലും വെച്ച് കീച്ചുക പ്രൈസ് ദ ലോർഡ്. അപ്പൊ അപ്പുറം ഇരുന്ന മേരി സഹോദരി വിക്ടറി അടിച്ചു മിന്നുക. അയ്യോ, ഇതിന്റെ എല്ലാം പിൻപിൽ ഉള്ളത് സുവിശേഷം വന്നത് കൊണ്ടാ. എന്റെ ഭാഷയാ. നീ 2 ഇംഗ്ലീഷ് പറയുന്നത് സുവിശേഷം വന്നത് കൊണ്ടാ. 2 അക്ഷരം കൂട്ടി വായിക്കാനിടയാത് സുവിശേഷം വന്നത് കൊണ്ടാ. വീറും വൃത്തിയായിട്ട് മാനം മര്യാദയ്ക്കായിട്ട് തുണി ഉടുത്തത് സുവിശേഷം വന്നത് കൊണ്ടാ, ഇല്ലേ? വേണ്ടേ? നോക്ക്, നല്ല വൃത്തിയായിട്ടാ ഉടുത്തേക്കുന്നത്, അല്ലേ? വൃത്തിയായിട്ടാ ഉടുത്തേക്കുന്നത്, വൃത്തിയായിട്ടാ ഇല്ലേ? കാണായിരുന്നു.
വീറുവൃത്തിയായിട്ട് തുണി കൊടുക്കാൻ പഠിച്ചത് സുവിശേഷം വന്നത് കൊണ്ടാ. അന്തസ്സായിട്ട് ജീവിക്കുവാൻ, ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഇടയാകാൻ സുവിശേഷം വന്നത് കൊണ്ടാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയാ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചോണം. ആരോടും പറയണം. അത് സഭ നോക്കണ്ട, മുഖാന്തരം നോക്കണ്ട, സംഘടന നോക്കരുത്, കളർ നോക്കരുത്, നിറം നോക്കരുത്. എവിടെയും ആരോട് എപ്പോഴും പറയുവാൻ പറ്റുന്ന ഒന്നാണ് സുവിശേഷം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സുവിശേഷം വന്നാൽ, സുവിശേഷം കേട്ടാൽ ഇരുട്ട് മാറും. എത്ര വ്യക്തികളുടെ ഇരുട്ടാ മാറിയത്. മദ്യപിച്ച് ലെക്ക് കെട്ട്, ലെവല് കെട്ട്, ഭാര്യയ്ക്കും പിള്ളേർക്കും പേടി സ്വപ്നമായി. പിള്ളേര് കട്ടിലിനടി കയറി, ഭാര്യ കഥകനിടയിൽ നിന്ന് വെച്ച കഞ്ഞി പോലും കുടിക്കാതെ കഞ്ഞിയും ചെലവും എടുത്ത് ഊരോട്ടെറിഞ്ഞ്, ആകെ ഒരു കൂട്ടാനേ ഉള്ളത് അരച്ചട്ടിയോട് എടുത്തെറിഞ്ഞ് പട്ടിയും തിന്ന് ആമൻ പട്ടിണി കിടക്കുന്ന എത്ര കുടുംബങ്ങൾ. പക്ഷേ സുവിശേഷത്തിന്റെ സത്യം ആ വ്യക്തികളെ തേടിയെത്തി. ആമൻ സുവിശേഷത്തിന്റെ മർമ്മം ആ വ്യക്തികളുടെ ഉള്ളത്തിൽ വന്നപ്പോൾ അവന്റെ മദ്യപാനം നിർത്തി, പുകവലി നിർത്തി, ലഹരി പദാർത്ഥങ്ങൾക്ക് അവൻ നിർത്തി, അവന്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാക്കി. ഇന്ന് രാത്രി എന്റെ സ്നേഹിത സുഹൃത്ത്, നിന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റുന്ന ആ സുവിശേഷം. പോലീസിന്റെ ലാത്തിക്കോ തത്വസംഹിതകൾക്കോ പ്രത്യയ ശാസ്ത്രങ്ങൾക്കോ അദ്വൈതങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും മനുഷ്യന് മാനസാന്തരം വരുത്തുവാൻ ഒക്കത്തില്ല. മാനസാന്തരം വരുത്തുവാൻ, വ്യതിയാനം വരുത്തുവാൻ, മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒരേ ഒരു മാർഗമാണ് സുവിശേഷം. അത് എവിടെയും പറഞ്ഞോണം. ചില നിങ്ങൾ പറയാൻ ചെല്ലുമ്പോൾ ചിലർ സമ്മതിക്കുകയല്ല. സുവിശേഷം പറഞ്ഞാൽ അതിന്റെ വെമ്പളയ്ക്ക് സ്ത്രീധനം കിട്ടിയ ഫലമല്ലേ? പമ്മിയിരിക്കുന്ന പേടിച്ച് എനിക്ക് 5 അടി കിട്ടിയ 1 ഞാൻ എടുക്കുള്ളൂ, 4 എണ്ണം നിങ്ങൾക്ക് ഞാൻ തരും. തന്നെ തല്ലി മേടിക്കത്തൊന്നുമില്ല. എന്നെ വരാനാ വന്ന തന്നെ. അല്ല, ഇവരുടെ ഇരിപ്പ് കണ്ടിട്ടില്ല, പേടിച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. എവിടെയും പറയണം സുവിശേഷം. ആരോടും പറയണം സുവിശേഷം. ഇഷ്ടമുണ്ടേ അംഗീകരിച്ചാൽ മതി, ഇഷ്ടമുണ്ടേ അംഗീകരിച്ചാൽ മതി, താല്പര്യം ഉണ്ടേ ഉൾക്കൊണ്ടാൽ മതി. പക്ഷെ ഇത് ഏൽപ്പിച്ചത് ഞങ്ങളെ ഏൽപ്പിച്ചതാ. സഹോദരങ്ങളോട്, ചാർച്ചക്കാരോട്, അയലത്തുകാരോട്, സ്നേഹിതരോട്, ദേശക്കാരോട് അവസരം കിട്ടുമ്പോഴല്ല എന്റെ പ്രിയരെ നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. അത് സത്യസുവിശേഷമാ. യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു മാത്രം ദൈവം, യേശുക്രിസ്തു ജീവനുള്ള ദൈവം. പ്രിയരെ, സുവിശേഷം ഇരുട്ട് മാറ്റുന്ന മാർഗം. മന്ത്രവാദത്താലൊന്നും ഇരുട്ട് മാറ്റുകയല്ല. ആ വിചാരം ശുദ്ധപ്രയോഗം, ഗൂഢപ്രയോഗം ചെയ്താലൊന്നും ഇരുട്ട് മാറുകയില്ല. ഇരുട്ട് കൂടുകയുള്ളൂ. ചെയ്യും തോറും നിനക്ക് മുടിവാ. അല്ലേ ചെല്ലു പറഞ്ഞ ഞങ്ങൾ അങ്ങോട്ട് ചെയ്ത അവസാനം തിരിച്ചടിച്ചെന്ന്. അല്ലെ, പുള്ളിയെ കൊണ്ടുവന്ന് ഞങ്ങൾ ചെയ്യിപ്പിച്ചതാ. പക്ഷെ ഇത് അങ്ങോട്ട് ചെന്ന് വെച്ച് ആമൻ മറതാ തിരിച്ചു വന്ന് ഞങ്ങളുടെ പുള്ളിയെ അടിച്ചത് ആട് കിട്ടും. പിന്നെ എഴുന്നേറ്റിട്ടില്ല. സ്തോത്രം. അങ്ങനെയൊക്കെ പോവുകയും ചെയ്യുകയും ചെയ്താൽ തിരിച്ചടി ഉണ്ടാകും. പക്ഷെ സുവിശേഷം തിരിച്ചടിക്കുന്നതല്ല, നിന്നെ രക്ഷിക്കുന്നതാ, നിന്നെ വിടുവിക്കുന്ന മാർഗമാ, നിന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റുന്നതാ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. എത്ര വ്യക്തികളുടെ ഇരുട്ടാ മാറുകയെ, എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടു അല്ലേ? എത്ര കുടുംബങ്ങളാ. സ്തോത്രം. സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ആമേ യാതൊരു ലക്ഷ്യമില്ലാതെ, നിരാശയും ആമേ പരിതാപവും പരിവട്ടവുമായിട്ട് ആത്മീയതയ്ക്ക് പോലും ഒരുങ്ങിയ കുടുംബങ്ങൾ. പക്ഷേ ആഹാരത്തിൽ വിഷം കലക്കി കൊച്ചുങ്ങൾക്കും കൊടുത്ത് യാകാനായിട്ടിരുന്നതാ. പക്ഷെ സുവിശേഷം കേട്ടത് കൊണ്ടത് മാറി. ചിലർ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടുണ്ട്, ആത്മഹത്യ ചെയ്യാൻ പ്ലാവേ കയറി കുരുക്കിട്ട്, ആ പ്ലാവിന്റെ കവട്ടയിലും കുരുക്കിട്ട് കടുത്തയിലിട്ടിട്ട് ചേടാൻ ഒരുങ്ങിയപ്പോൾ പണ്ട് സൺഡേ സ്കൂളിൽ പഠിച്ചൊരു വാക്യം ഓർത്തു. കുരുക്കഴിച്ച് താഴെ ഇറങ്ങി, രക്ഷപ്പെട്ടു. അതാ സുവിശേഷത്തിന്റെ ശക്തി. ഇരുട്ട് മാറ്റും, ഇരുട്ട് മാറ്റും, ഇരുട്ട് മാറ്റും.